അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേക കണ്ടന്റ് ഒന്നുമല്ല. ഞാൻ ഈയിടയ്ക്കിട്ട ഒരു കണ്ടന്റ് നിർഭാഗ്യവശാൽ ഒരു 1 മില്യൺ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഇട്ടൊരു ഷോർട്സ്. ഇപ്പം നിങ്ങൾ ഓർക്കുമായിരിക്കും 1 മില്യൺ എന്നൊക്കെ അടിക്കുന്ന എന്തിനാ നിർഭാഗ്യം എന്ന് പറയുന്നത്. അതിൻ്റെ കമൻസ് കണ്ടിട്ടാണ് കേട്ടോ ഞാനതെല്ലാം നിർഭാഗ്യം എന്ന് പറയുന്നത്. ആ ഷോർട്സ് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. അതിൽ ഞാനിട്ടിരിക്കുന്ന ഷോർട്സാണ് എൻ്റെ വീഡിയോയ്ക്ക് ഇത്ര റീച്ച് ഉണ്ടാക്കി തന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോടാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ സ്വൈപ്പ് ചെയ്ത് പോകാനുള്ളൊരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിലുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു പെങ്കൊച്ച് അല്ലെങ്കിൽ ഒരു ആങ്കൊച്ച് ആരും ആയിക്കോട്ടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധമെങ്കിലും ആദ്യം കാണിക്കുക. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് മണ്ടത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക. ഞാൻ ആ ഇട്ടിരിക്കുന്ന വീഡിയോൻ്റെ അടിയിൽ വന്നിരിക്കുന്ന നെഗറ്റീവ് കമൻസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചിന്തിച്ചു പോയി, ഇവരൊക്കെ ഈ കാലത്ത് തന്നെ ജീവിക്കുന്നവരാണോ എന്ന്. ബിക്കോസ് ഞാനിട്ടിരിക്കുന്നത് ഒരു ഷോർട്സാണ്, ലൈക്ക് ഒരു ഡ്രസ്സ്, അതിൻ്റെ അടിയിൽ ഷോർട്സാണ് ഇട്ടിരിക്കുന്നത്. അതിന് വന്നിരിക്കുന്ന കമൻസ് ആണ്. അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല, ഞാനത് എവിടെ വരെ പോകുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കുറച്ച് കമൻസ് വരുന്നുണ്ട്, അതിൻ്റെ അതിപ്രസരം അങ്ങ് കുറഞ്ഞു. ഞാൻ കുറച്ച് നാളായി വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. സോ എനിക്ക് ഇങ്ങനെ കമൻറ്റ്സ് ഇടുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങളെ കണ്ടൻറ്റ് ഫുള്ള് കാണുക, കേൾക്കുക. എന്ത് കണ്ടൻ്റ് ആണെങ്കിലും എൻ്റേതെന്നല്ല, ആരുടെ നിങ്ങൾ കണ്ടാലും കാണുക, കേൾക്കുക. എന്നിട്ട് അതിൽ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ്സ് ഇടുക. നെഗറ്റീവ് ഇടുന്നതിന് ഞാനൊന്നും പറയില്ല, പക്ഷേ ഉള്ള കാര്യങ്ങൾ നെഗറ്റീവ് ഇട്ടോളുക. ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ച് നെഗറ്റീവ് ഇട്ടുകൊണ്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇതിൽ ഓരോ കമൻറ്റിൻ്റെ അടി വന്ന് റിയാക്ട് ചെയ്യാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പക്ഷേ ഞാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ സമയം കളയാം. കാരണം ഞാൻ 1-2 പേർക്ക് റിപ്ലൈ കൊടുത്തായിരുന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലായത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ച് അവർ റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അതായത് അവർ വായി വരുന്ന എന്തും പറയാമെന്നൊരു ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. സോ ഞാൻ ആ പരിപാടി നിർത്തുകയാണ്. അപ്പം ഈ ഒരു വീഡിയോ അതിനുള്ളൊരു മറുപടിയായിട്ട് എല്ലാവരും സ്വീകരിക്കണമെന്ന് ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.